ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ ചെയ്യുന്ന വ്ളോഗ് ഒരു ടർക്കി വ്ളോഗാണ്. ഞാൻ UK മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നുമാണ് ഞാൻ ടർക്കി എയർപോർട്ടിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടർക്കിയിലെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നും ദാലമൻ എയർപോർട്ടിലേക്കാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മാഞ്ചസ്റ്റർ നിന്നും ഏകദേശം ഒരു 4.5 hours ഫ്ലൈയിങ് ആണ് ദാലമൻ എയർപോർട്ടിലേക്ക് ഉള്ളത്. ദാലമൻ എയർപോർട്ടിലെ ഒരു ബാഗ് കളക്ഷൻ ഏരിയയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. വളരെ ചെറിയ ഒരു എയർപോർട്ടാണ് ദാലമൻ എയർപോർട്ട്. ഹില്ലുകളുടെ ഇടയിലാണ് ഈ ദാലമൻ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സൺ എക്സ്പ്രസ് എന്ന ഒരു ചെറിയൊരു യൂറോ സർവീസ് വിമാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ടർക്കിയിൽ വന്നിരിക്കുന്നത്. ബാഗെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 വീക്കാണ് ഞാനിപ്പം ഈ ടർക്കിയിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ടർക്കിയിലെ മർമറിസ് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകാനിരിക്കുന്നത്. അവിടുത്തെ ഹോട്ടലിലാണ് ഞങ്ങൾ 1 വീക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. 1 വീക്കിലേക്ക് ഞങ്ങൾ ഒരു റെൻ്റ് കാർ ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ആ റെൻ്റ് കാർ എയർപോർട്ടിൻ്റെ പുറത്ത് ഇപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്നും റെൻ്റ് കാർ കളക്ട് ചെയ്ത് ഇപ്പോൾ മർമറിസിലേക്കുള്ള യാത്രയിലാണ്. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് ദാലമൻ എയർപോർട്ടിൽ നിന്നും മർമറിസ് എന്ന സ്ഥലത്തേക്ക്. ടർക്കിയിലെ എൻ്റെ 2ാമത്തെ വിസിറ്റാണിത്. ലാസ്റ്റ് ഇയർ 2024 ഞാനിവിടെ ടർക്കിയിൽ ആദ്യമായിട്ട് വന്നിരുന്നു. അന്ന് ഞാൻ വിസിറ്റ് ചെയ്തത് അന്റാലിയ എന്ന സ്ഥലത്താണ്. അന്റാലിയ വിസിറ്റിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ലിങ്ക് ചെയ്യുന്നുണ്ട്. ബജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആയതിനാൽ ഫ്ലൈറ്റ് ഫുഡൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റ് നോക്കിയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടാൽ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് റോഡിന് ഇരുവശത്തും ഉള്ളത്. ഏകദേശം 1 മണിക്കൂറോളം വണ്ടി ഓടിച്ച ശേഷം ഞങ്ങൾ ഒരു
റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. ചെറിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത്. ഈ റെസ്റ്റോറൻറ്റ് മെനുവിൽ ഇംഗ്ലീഷൊന്നും എഴുതിയിട്ടില്ല. സ്റ്റാഫ് ഫോട്ടോ കാണിച്ചു തന്നതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ കണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ടർക്കിഷ് മിക്സ് ഗ്രില്ല്, ചിപ്സ്, റൈസ്, ബ്രെഡ്, പിന്നെ യോഗർട്ട് ഡ്രിങ്കും ഓർഡർ ചെയ്തു. ഐറൺ എന്നാണ് യോഗ ഡ്രിങ്കിൻ്റെ പേര്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു. ഞങ്ങൾ വീണ്ടും മർമറസിലേക്കുള്ള യാത്ര ഭക്ഷണത്തിന് ശേഷം പുനരാരംഭിച്ചു. സൗത്ത് വെസ്റ്റ് സൈഡിലായിട്ടാണ് മർമറസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു തീരദേശ പട്ടണമാണ്. ഏകദേശം 906 കിലോമീറ്റർ നീണ്ടെടുക്കുന്ന ഒരു ഏരിയയാണ് മർമറസ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. (2022) സെൻസസ് അനുസരിച്ച് ഈ മർമറസിലെ പോപ്പുലേഷൻ 97,818 ആണ്. മെഡിറ്ററേനിയൻ കോസ്റ്റിലുള്ള ടൂറിസ്റ്റ് റിസോർട്ടും പോർട്ട് സിറ്റിയും കൂടിയാണ് മർമറസ്. ടർക്കിയിലെ മുഗ്ല എന്ന ഡിസ്ട്രിക്റ്റിലുള്ള മുനിസിപ്പാലിറ്റിയാണ് മർമറസ്. ഹണി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പേരുകേട്ട ഒരു സ്ഥലമാണ് മർമറസ്. പക്ഷെ
മാർമറിസിൻ്റെ പ്രധാന വരുമാനം ടൂറിസത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളാണ് മാർമറിസിൽ എത്തുന്നത്. റഷ്യയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നത്. വളരെ ഭംഗിയുള്ളതും ശാന്തവുമായ ഒരു സ്ഥലമാണ് മാർമറിസ്. ഒച്ചയും ബഹളങ്ങളും തിരക്കുകളും ഇല്ലാതെ വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് മാർമറിസ്. മാർമറിസിന്റെ ഒരു ഈവനിങ് വൈബാണ് ഈ കാണുന്നത്. മാർമറിസ് ഒരു പോർട്ട് സിറ്റി ആയതിനാൽ വാട്ടർ സ്പോർട്സ് വളരെ ഫേമസ് ആണ്. ഇവിടെ പലതരത്തിലുള്ള വാട്ടർ സ്പോർട്സുകളും ഡൈവിങ്ങും സെയിലിങ്ങും എല്ലാം ഈ മാർമറിസിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം വൈകിട്ട് 6:30 ആകാറായി. ഞങ്ങളിപ്പോൾ ഏകദേശം ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. അലൻസൂട്ട് എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ ഒരാഴ്ച താമസിക്കാൻ പോകുന്നത്. ഏകദേശം 1.5 മണിക്കൂർ ട്രാവലിങ്ങിന് ശേഷം ഞങ്ങളിപ്പോൾ അലൻസൂട്ട് ഹോട്ടലിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നല്ല വൃത്തിയും ഭംഗിയുമുള്ള ഒരു 5 സ്റ്റോറി ഹോട്ടലാണ് ഈ കാണുന്നത്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നതിനായിട്ട് ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് നടന്നു ചെന്നു. ഈ ഹോട്ടലിലുള്ള മിക്ക ടൂറിസ്റ്റുകളും റഷ്യൻസും ബ്രിട്ടീഷ് ടൂറിസ്റ്റുകളും ആണ്. ഈ ഹോട്ടലിലെ റിസപ്ഷൻ സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലി ആണ്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. 5 നിലകളിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. 5ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ റൂം. ഇവിടെ താമസിക്കുന്ന മിക്ക ടൂറിസ്റ്റുകളും വന്നിരിക്കുന്നത് ബീച്ചസ്
എക്സ്പ്ലോർ ചെയ്യുന്നതിനും വാട്ടർ സ്പോർട്സിനും വേണ്ടിയിട്ടാണ്. റിസപ്ഷൻ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്നും കീ മേടിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഞങ്ങളിപ്പോൾ 5ാമത്തെ നിലയിലുള്ള ഹോട്ടൽ റൂമിലേക്ക് എത്തിച്ചേർന്നു. ഇതൊരു അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഫ്ലാറ്റിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ അപ്പാർട്ട്മെന്റിലുണ്ട്. രണ്ട് ബെഡ്റൂമും ലോഞ്ച്, കിച്ചൺ, സിറ്റ് ഔട്ട്, 2 ടോയ്ലറ്റ് വിത്ത് ഷവർ റൂം ആണ് ഈ അപ്പാർട്ട്മെന്റിലുള്ളത്. ഈ അപ്പാർട്ട്മെന്റിലുള്ള ഫെസിലിറ്റീസ് ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപ്പാർട്ട്മെന്റിന്റെ പുറകിലത്തെ ബാൽക്കണിയിൽ നിന്നും കാണുന്ന ഒരു മനോഹരമായ വ്യൂ ആണിത്. താഴെ കാണുന്ന സ്വിമ്മിംഗ് പൂള് ഈ ഹോട്ടലിൻ്റെതാണ്. ഈ ഫ്ലാറ്റിലെ ലോഞ്ചും ബെഡ്റൂംസും വളരെ വലിയതാണ്. 5th ഫ്ലോർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് റിസപ്ഷനിൽ പോയി സ്റ്റാഫിനോട് പറഞ്ഞ് 2 ബെഡ്റൂമിലെയും എയർ കണ്ടീഷൻ ആക്റ്റീവ് ചെയ്യിപ്പിച്ചു. സെൽഫ് കാറ്ററിംഗ് ഓപ്ഷനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഷോപ്പിങ്ങിനായി എത്തിച്ചേർന്നു. ടർക്കിയിൽ എല്ലായിടത്തും, പ്രത്യേകിച്ചും മർമറസിൽ മൈഗ്രോസ് ആണ് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ്. മറ്റെല്ലാ വലിയ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെയും ഈ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇൻസൈഡിലുള്ള വ്യൂ
ഇപ്പോൾ ഞാൻ കാണിച്ചു വരുന്നതാണ്. രാത്രിയിലത്തെ ഭക്ഷണം കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പച്ചക്കറികൾ ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. ചോക്ലേറ്റിൻ്റെയും സ്വീറ്റ്സിൻ്റെയും വളരെ വലിയൊരു കളക്ഷൻസ് ഈ സൂപ്പർ മാർക്കറ്റിലുണ്ട്. നമ്മൾ കാണാത്തയും കേൾക്കാത്തയുമുള്ള വളരെയധികം വെറൈറ്റി ചോക്ലേറ്റും സ്വീറ്റ്സും ഈ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ടിൻ്റെയും നട്ട്സിൻ്റെയും സെക്ഷനാണ് ഈ കാണുന്നത്. നോൺ വെജിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിലുള്ള മറ്റുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ കാണുന്നത്. ഈ പച്ചറത്തിൽ കാണുന്നത് സോഡ വാട്ടറാണ്.
ഈ കാണുന്ന ലെമണേഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഞങ്ങളിത് 2 ബോട്ടിൽ വാങ്ങിച്ചു. അതുകൂടാതെ കുറച്ച് മീറ്റും വെജിറ്റബിൾസും കുക്കിംഗ് ഓയിലും എഗ്ഗും വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇറങ്ങി. ഈ മൈഗ്രോസിലുള്ള വേറൊരു സെക്ഷനാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയുള്ള മാലകളും കമ്മലുകളും ഫ്രിഡ്ജ് മാഗ്നറ്റും തൊപ്പിയും എല്ലാം ഈ ഷോപ്പിൽ വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. See you all in my next video. Till then, bye.